ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ബിഷാരേൻ്റെ യാർഡിലാണുള്ളത്. നമ്മളിവിടെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെഡോൺ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേജ് DC വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ റിവ്യൂ എടുക്കാൻ വന്നിട്ടുള്ള വണ്ടി. സെഡോണിൽ പണിതിട്ടുള്ള ബറോസ് ബിഷാരയുടെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ചും കൂടി മുന്നോട്ട് ഇട്ടതിന് ശേഷം എടുക്കാനുള്ള ഒരു പ്ലാനിലാണുള്ളത്. അവരുടെ ആൾക്കാർ ഇപ്പോൾ എത്തുകയുള്ളൂ, നമ്മൾ കുറച്ച് മുന്നേ എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ 2 വണ്ടിയും കൂടി ഇവിടെയുണ്ട്. ഇത് ഏറ്റവും പുതിയ അർബാനിയാണ്, നൈസായിട്ടാണ് പണിതിട്ടുള്ളത്. അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നു തോന്നി. എത്ര സീറ്റാണെന്ന് അറിയില്ല, പക്ഷേ അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട്. കാണാൻ നൈസാണ്. AC വണ്ടി എന്താ നല്ല ബെൻസിൻ്റെ എംബ്ലൊക്കെ വെച്ച് നല്ല ക്ലാസ് ആക്കിയിട്ടുള്ളൊരു വണ്ടി കണ്ടപ്പോൾ തന്നെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും പിന്നെ ആ വണ്ടീൻ്റെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെഡ് വണ്ടിൻ്റെ ഇപ്പോൾ എത്തുമായിരിക്കും അവർ വന്നതിന് ശേഷം മുന്നോട്ടാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഉള്ളിലുള്ള കാര്യങ്ങളും മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ശേഷം കാണാം. അപ്പോൾ ഇത് ആ വണ്ടി മുന്നോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുൻഭാഗത്ത് സാധാരണ നോർമൽ പറയുന്ന പോലെ മുൻഭാഗത്ത് നിന്ന് തുടങ്ങാം. മുൻഭാഗത്ത് തുടങ്ങുകയാണെങ്കിൽ പ്രകാശിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത്. പ്രകാശിൻ്റെ സെഡോണിലുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. അതിൽ പ്രകാശിൻ്റെ ബാഡ്ജിങ് നമുക്ക് ഇതിൻ്റെ മുൻപിൽ കാണാൻ പറ്റും, ഗ്രില്ലിൻ്റെ മേലെ. പിന്നെ അതുപോലെ തന്നെ ഗ്രിൽ ലാംപ്സും താഴെ ഒരു ബാർ ലാംപ്സും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മുകൾ ഭാഗത്തു നിന്നാണ് തുടങ്ങാറ്, പക്ഷേ കുഴപ്പമില്ല, ഇന്ന് താഴെ നിന്ന് മേലോട്ടേക്ക് പറഞ്ഞു പോകാം. ബമ്പർ ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമലായിട്ടുള്ള ഡിസൈനിങ് ആണ്. ഗ്രാഫിക്സും കാര്യങ്ങളും ഓവറായിട്ടുള്ള ഗ്രാഫിക്സ് ഒന്നും കൊടുത്തിട്ടില്ല. നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പണിതിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ എഡിഷൻ നെയിം ബാരോസ് എന്നുള്ള എഡിഷൻ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലാഗ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നേരെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബിഷാരയുടെ പേര് കൊടുത്തിട്ടുണ്ട്. അവരുടേതായ ഫോണിലാണ് കൊടുത്തിട്ടുള്ളത്. ബിഷാരയുടെ എല്ലാ വണ്ടിയിലും ഈ ഒരു ഫോണിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെ ഡ്രീം എക്സ്പ്ലോർ ഡിസ്കവർ എന്നൊരു ക്യാപ്ഷന് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ രീതിയിലുള്ള വലിയ മിറേഴ്സും അതിന് ഇൻഡിക്കേറ്റർ ലൈറ്റ്സും റൂഫ് ലാംപ്സും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മുൻഭാഗത്തുള്ളത്. ഇനി നേരെ നമുക്ക് വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നോർമൽ കളർ കോഡിലാണ് വന്നിട്ടുള്ളത്. എന്നാലും ചെറിയ ചെറിയ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ട് വണ്ടി ഒന്ന് നൈസാക്കിയിട്ടുണ്ട്. ഈ മിററിൽ ഒരു ഫ്ലാഗിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ബിഷാരയുടെ ബാഡ്ജിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ നല്ല അടിപൊളിയായിട്ടൊരു വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെവിടെ ഗ്യാങ് ഓഫ് ബിഷാര എന്നും ഒരു 3 സ്റ്റാറൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്തും ഒരു ചെറിയൊരു ക്യാപ്ഷനും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു CCTV ഒക്കെ നിങ്ങൾ മുൻഭാഗം കാണിച്ചപ്പോൾ CCTV കണ്ടിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ഇത് CCTVൻ്റെ ടീംസിൻ്റെ ഒരു പരസ്യം ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു വശത്ത് എമർജൻസി ആയിട്ടുള്ള എക്സിറ്റിനുള്ള ലീഗലായിട്ടുള്ള ഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ലീഗലി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ബാരോസിൻ്റെ പേര് എഡിഷൻ നെയിം നല്ലൊരു കിഡ്ലൻ ഗ്രാഫിക്സിൽ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ റൂഫ് ലാംപ്സ് അല്ല ബ്രേക്ക് ലാംപ്സും നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നീറ്റായിട്ട് തന്നെയാണ് ഇതിൽ പിൻഭാഗത്തും കൊടുത്തിട്ടുള്ളത്. ആർഭാടോ അതുപോലെ ആവശ്യമില്ലാത്ത സ്റ്റിക്കേഴ്സും ഒന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. പിന്നെ പ്രകാശിൻ്റെ ബാഡ്ജിങ്ങും അതുപോലെ തന്നെ പ്രകാശിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴേക്ക് പോവുകയാണെങ്കിൽ ബിഷാരൻ്റെ ഡീറ്റെയിൽസ്. ഇതാണ് ഇവരുടെ ഡീറ്റെയിൽസ് വരുന്നത്. കൂത്തുപറമ്പാണ് ഇവരുടെ പ്ലേസ് വരുന്നത്. ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ഇതിൻ്റെ ബുക്കിങ്ങിൻ്റെ നമ്പറൊക്കെ അതിൽ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇത് നേരത്തെ കണ്ട കൂടാതെ വേറൊരു രീതിയിലുള്ളൊരു സ്റ്റാമ്പും കൂടി പിൻഭാഗത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ ഉള്ളത്. ഇനി നേരെ മറുഭാഗത്തും കൂടി നമുക്ക് നോക്കാം. നേരെ മറുഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഈ വശത്തും ബിഷാരയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്യാങ് ഓഫ് ബിഷാര മറുവശത്ത് കണ്ട രീതിയിൽ തന്നെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. തൊട്ട് സൈഡിലായിട്ട് ഇവരുടെ വേറെ 2 വാഹനങ്ങൾ കൂടിയുണ്ട്. ഒരു പിന്നെ അർബാനിയും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബെൻസിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അർബാനിയാണ്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമുക്ക് ബസ്സിലേക്ക് തന്നെ വരാം. പിന്നെ AC വണ്ടിയാണ്. അതിൻ്റെ ഇൻഡിക്കേഷൻ അതായത് മാർക്കിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് AC-ൻ്റെ.
നേരെ മുൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ സാധാരണ എയർ ഡോറിന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു റീലിട്ടപ്പോൾ അവർ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വണ്ടിക്കും ഇതേ രീതിയിലാണ് വരുന്നത്. പക്ഷേ ചില വണ്ടിയുടെ ഓരോ രീതി തുറക്കുന്ന രീതി മാറ്റമുള്ളത് കൊണ്ടാണ് അങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു രീതിയിലാണ് തുറന്നു വെച്ചിട്ടുള്ളത്. അതായത് ബാക്കിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോർ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറുവാണെങ്കിൽ ക്യാബിനിലേക്ക് ഈ രീതിയിലാണ് ക്യാബിനൊക്കെ വന്നിട്ടുള്ളത്. നീറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ആർഭാടോ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ചസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ നേരെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റമോ ആംപ്ലിഫയറും മിക്സറും ഒക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഈ രീതിയിലാണുള്ളത്. താഴേക്ക് പോകുകയാണെങ്കിൽ എല്ലാം നീറ്റായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലേലൈനിൻ്റെയാണ് ചേസും അതുപോലെ തന്നെ എൻജിനും ലേലൈനിൻ്റെയാണ് വന്നിട്ടുള്ളത്. ഈ രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ, അതായത് കോക്ക്പിറ്റ് ഈ രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ വശത്ത് കൂടുതലായിട്ടുള്ള ഒന്നുമില്ല, പഫും കാര്യങ്ങളോ അതുപോലെ തന്നെ ഡ്രീം ക്യാച്ചറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ആകുന്ന രീതിയിലാണ് കീപ്പ് ചെയ്തിട്ടുള്ളത് വണ്ടി. ഇതാണ് ഉള്ളത്. ഇനി നമുക്ക് എന്തായാലും ഉള്ളിലേക്കും കൂടെ കണ്ടിട്ട് തരാം. അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറുവാണെങ്കിൽ ഈ വണ്ടിയിൽ വെള്ളത്തിൻ്റെ ലഭ്യത എല്ലാവർക്കും ഉറപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്യൂരിഫയർ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഡോറിൽ നല്ലൊരു അടിപൊളി ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. നേരെ സെൻറ്ററിലേക്ക് പോവുകയാണെങ്കിൽ 44 ഇഞ്ചിൻ്റെ വലിയ TV കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ തൊട്ട് താഴെയായി ഇതാ ഹോൾഡേഴ്സിൻ്റെ നെയിംസും അതുപോലെ തന്നെ ഫോൺ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നേരെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ മൊബൈൽ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ സീറ്റിലും മൊബൈൽ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇതിലാണ് ഇതിൻ്റെ റൂഫും അതുപോലെ തന്നെ നമ്മൾ ഈ ഡോർ തുറക്കുന്ന ആ പോർഷനൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സും BRSൻ്റെ ആണ് സൗണ്ട്സ് വന്നിട്ടുള്ളത് കൊല്ലത്തുള്ളത്. പയനിയറിൻ്റെ സ്പീക്കേഴ്സ് ഏകദേശം ഒരു താഴ്ഭാഗത്ത് തന്നെ 6ഓളം സ്പീക്കേഴ്സ് നമുക്ക് കാണാൻ പറ്റും. മുകൾ ഭാഗത്തും ഏകദേശം 6ഓളം സ്പീക്കേഴ്സ് മുകൾ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ബർത്തിൻ്റെ മുകളിലും താഴെയായിട്ട് ഒരു 12ഓളം സ്പീക്കേഴ്സ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ സീറ്റ്സിൻ്റെ ഒക്കെ പറയുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ റെഡിൻ്റെയും കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. നല്ല കാണുമ്പോൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ലക്ഷറി ഫീൽ കിട്ടുന്ന രീതിയിലുള്ളൊരു സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഓരോ പോർഷനും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ ബർത്തിൻ്റെ മുകളിലുള്ള ഇതൊക്കെ കാണിച്ചു തരാം. AC വണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ AC വണ്ടിയുടെ വിൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ നോക്കുകയാണെങ്കിൽ ഇത് അവിടെ ലൈറ്റ്സും അതുപോലെ തന്നെ AC-ൻ്റെ വിൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊബൈൽ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ്. പിന്നെ കൂടാതെ ഫാൻസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഫാനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇതുള്ളത്. മുകൾ ഭാഗത്തൊക്കെ ലൈറ്റ്സൊക്കെ വെച്ച് നല്ല ക്ലാസ് ആക്കിയിട്ടുണ്ട്. ഇതിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഈ ഡോർ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതൊരു ലക്ഷറി റൂമിൽ ഇരിക്കുന്നൊരു ഫീലാണ് നമുക്ക് ഇതിനുള്ളിൽ കിട്ടുന്നത്. ഈ ഒരു രീതിയിലാണ് മൊത്തത്തിലുള്ളത്. ഇവിടെയൊക്കെ പിക്സലൊക്കെ കൊടുത്തിട്ടുണ്ട്. സൗണ്ട്സിനനുസരിച്ച് ഞാൻ ചെയ്യുന്ന പിക്സലാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ കേൾപ്പിച്ച് തരണം. എന്തായാലും അതൊന്ന് വെച്ച് പ്ലേ ആക്കി കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ മേലെ നിയോൺസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സാധാരണ വണ്ടി കൊണ്ടുപോകുന്ന ആളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ സ്വിച്ചസ് ഒന്നും കറക്റ്റ് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് എല്ലാ ലൈറ്റ്സൊന്നും ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ആ പറ്റുന്ന രീതിയിൽ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഉള്ളത്. പിന്നെ ഇവിടേക്ക് ഒരു ലൈറ്റ് ഉണ്ട്. ഇതൊക്കെ ലൈറ്റ്സാണ്. നല്ല ഡാൻസിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണുള്ളത്. പിന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വണ്ടീൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ലെഗ് സ്പേസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വണ്ടി നമ്മൾ കയറിയിരിക്കുമ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ലെഗ് സ്പേസ് വരുന്നത്. ഒരു ആംറസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ് ഇരുത്തം. റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. വിഷാരയുടെ ബാഡ്ജിങ് ഒക്കെ ഇതാ ഇതിൻ്റെ അതായത് റെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതായത് ബാക്ക് റെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പാറ്റേൺ ഒക്കെ റൂഫിന് വരുന്ന രീതിയിലുള്ള പാറ്റേണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലവും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് പാക്കും ചെയ്തിട്ടുണ്ട്. പുറത്തൊന്നും കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വയേഴ്സും എല്ലാം നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പുറമേയുള്ള ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം അതിനേക്കാൾ ഒരു ലക്ഷറി ഫീലിലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ എന്ന് പറയാൻ പറ്റും. നമ്മുടെ ഈ കളർ കോഡ് ആയതുകൊണ്ടാണ് പുറമേയുള്ള കാര്യങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അത് നമുക്ക് ലിമിറ്റേഷൻസ് ഈ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ MVDൻ്റെ ഒരു ചെറിയ റൂൾസിൻ്റെ ഇതിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം കൂടി ഒന്ന് കേട്ട് നോക്കാം. BMRൻ്റെ സൗണ്ട് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കേട്ടിട്ട് നോൺ കോപ്പറേറ്റ് വെച്ചിട്ട് കേട്ട് നോക്കാം എഫക്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം BRS എന്നാണ് ചെയ്തിട്ടുള്ളത് കൊല്ലത്തുള്ള. അപ്പോൾ അതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ എഫക്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് കേട്ട് നോക്കാം. വെക്കുമോ ഒന്ന് പാട്ട്? ഇവിടെയൊക്കെ ലൈറ്റ്സ് ഇതാ നിൽക്കുന്ന ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിക്സൽ ഫ്ലോറിലൊക്കെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മ്യൂസിക് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇടുന്നത്. ഇതിന് സാധാരണ വണ്ടി കൊണ്ടുപോകുന്ന ആളില്ല. അതുകൊണ്ട് സ്വിച്ചസ് ഒക്കെ ചെറിയ കൺഫ്യൂഷൻസ് ആണ് എവിടെയാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നത്. അതുകൊണ്ട് നമുക്ക് ലൈറ്റ്സൊക്കെ ഒന്ന് കണ്ടുവരാം.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബിഷാര ഹോളിഡേയ്സിൻ്റെ വിശേഷങ്ങളുള്ളത്. ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ബുക്കിങ്ങിലുള്ള നമ്പേഴ്സൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.